എല്ലാവർക്കും ശ്രിംജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ക്രിസ്മസൊക്കെ അടുത്ത് വരുവാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസിന് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ സോക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ടായിട്ട് അതാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. കാരണം ലോങ് വീഡിയോ ആയിരിക്കും ഇത്, അതുകൊണ്ടാണ്. ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി കിട്ടിയതിന് ശേഷം 3-4 വർഷമായിട്ട് ഞാൻ ക്രിസ്മസിന് ഇത് തന്നെ ഉണ്ടാക്കുന്നത്. കഴിച്ചവരുടെ അടുത്ത് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കണം. ഇതിനായിട്ട് റമ്മാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈനോ അല്ലെങ്കിൽ ബ്രാൻഡോ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സോക്ക് ചെയ്യാം. ഇനി ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഗ്രേപ്പ് ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ വെച്ച് ചെയ്യാം. പക്ഷേ അത് സോക്ക് ചെയ്യേണ്ടത് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമായിരിക്കണം. പക്ഷേ റമ്മിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മിനിമം 2 ആഴ്ച മുന്നേ, എന്താ വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 2 ആഴ്ച മുന്നേ സോക്ക് ചെയ്ത് വെക്കണം. 2-3 മാസം മുന്നേ ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഞാനിത് ഒക്ടോബറിലാണ് ചെയ്തിരിക്കുന്നത്. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രൂൺസ്, ഈത്തപ്പഴം, അത്തിപ്പഴം, കറുത്ത ഉണക്കമുന്തിരി, ടൂട്ടി ഫ്രൂട്ടി, ഗ്ലേസിങ് ചെറി, ക്രാൻബെറീസ്, ഡ്രൈഡ് പൈനാപ്പിൾ, ഓറഞ്ച് കാൻഡിഡ് പീൽ. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനായിട്ട് എടുക്കാം. ഇതിൽ ജിഞ്ചർ ക്യാൻഡി കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ, പക്ഷേ എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ 3 കപ്പും റമ്മും 1.5 കപ്പും എടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് കൂടുതൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. 1 വർഷത്തോളം ഇത് റമ്മിൽ സോക്ക് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തോളം ഇത് കേടാവാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എപ്പോഴാണെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാമല്ലോ. ചിലവരിതിൽ നട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കും. ഞാനത് ചെയ്യാറില്ല, കാരണം ഞാനൊരിക്കലും അങ്ങനെ ചെയ്തപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല. നട്ട്സ് കുതിർന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്തോ പോലെ. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ നല്ല ക്രഞ്ചി ആയിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ അതല്ലേ നല്ല രസം ഉണ്ടാവുക. അത് മാത്രമല്ല, ഞാൻ ഈ സമയത്ത് തന്നെ സ്പൈസസ്, ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയില്ലേ, പിന്നെ തേന്, ജാം, അതൊന്നും ഇപ്പം ചേർക്കുന്നില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചേർക്കാറ്. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ബാക്കിയൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. തനു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു ക്യാമറയും ഇതൊക്കെ കണ്ടിട്ട്. അവൻ ആദ്യമായിട്ട് കാണുമല്ലേ, അപ്പോൾ അവനും കൂടി എൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. സാധാരണ ചില ഹോട്ടൽസിലൊക്കെ ഇത് വലിയ സെറിമണി ആയിട്ട് നടത്താറ്, അധികം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ജാറ് നന്നായിട്ട് ക്ലീൻ ചെയ്തതും ഡ്രൈ ചെയ്തതും ആയിരിക്കണം. വെയിൽ കൊള്ളിക്കുന്ന നന്നായിരിക്കും. മാത്രമല്ല മൺഭരണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ജാറോ മാത്രമേ ഇതിനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അലൂമിനിയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അതൊന്നും എടുക്കാൻ പാടില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ജാറിൻ്റെ 1/4 ഭാഗം മാത്രമേ നിറക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ റമ്മും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊങ്ങി വരും കുതിർന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗം മാത്രം ഇട്ടാൽ മതി. ഡ്രൈ ഫ്രൂട്ട്സ് കുതിരുന്നവരെ റം ഒഴിക്കണം, അതിൻ്റെ നികക്ക് ഒഴിക്കുക. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് കാണും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അതിലേക്ക് റം ഒഴിക്കുക. എന്തായാലും ഡ്രൈ ആവാൻ പാടില്ല. ഡെയിലി കുലുക്കി കൊടുക്കണം, ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തടിത്തവി എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഭരണിയാണേ, മൺഭരണിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനായിട്ടൊരു തടിത്തവി മാറ്റി വെക്കുക. എന്നിട്ട് അതിനെ കൊണ്ട് ഇളക്കുക. 2-3 ദിവസം കൂടുമ്പം ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇത് ഞാൻ ഒക്ടോബറിൽ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഡ്രൈ ഒന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ഡ്രൈ ആവാത്തതുകൊണ്ട് തന്നെ അത് അധികം ഒഴിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇരുട്ട് മുറിയിൽ വെക്കുക. സൂര്യപ്രകാശം കൊള്ളാൻ പാടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ അമർത്തണം. എന്തെങ്കിലും കമൻറ്റ്സ് എന്നോട് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. മാത്രമല്ല സോക്ക് ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇന്ന് തന്നെ മേടിച്ചിട്ട് നിങ്ങൾ സോക്ക് ചെയ്യണം. എൻ്റെ ഒപ്പം കേക്ക് ഉണ്ടാക്കാം.